ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇരട്ടിയായി കൊടുത്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് ഒരു പ്രാർത്ഥന മനുഷ്യനാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച മനുഷ്യനാണ്. തൻ്റെ മക്കൾ ദൈവത്തെ വിട്ടകന്നു പോകുമോ എന്ന ചിന്തയാൽ ഭാരപ്പെട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഇയ്യോബ് പ്രാർത്ഥിച്ചിരുന്നു. ഇയ്യോബ് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിനും അവനുള്ളതിനൊക്കെയും വേലികെട്ടി. ദൈവം അവനെ സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശോധന വന്നു. ആ ശോധനയുടെ നടുവിലും ഇയ്യോബ് ഭക്തി മുറുകെ പിടിച്ചു. വലിയ കഷ്ടതയാണ് വന്നത്. ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെടുത്താൻ ഇയ്യോബ് തയ്യാറായില്ല. ഭക്തി അവൻ്റെ ആശ്രയമായിരുന്നു. ഒത്തിരി നാളുകൾ കഷ്ടതയിലൂടെ കടന്നുപോയി. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദൈവം ഇയ്യോബിന് ഉത്തരം നൽകിയിട്ടുണ്ട്. വ്യക്തതയുള്ള ഉത്തരങ്ങൾ, ചിലത് ചോദ്യങ്ങളായിരുന്നു. ഒടുവിൽ ഇയ്യോബിന് മനസ്സിലായി, ദൈവത്തിന് സകലവും സാധ്യമാണ്. എന്നാൽ ആ ഒടുവിലത്തെ ആ ശോധനയുടെ സമയങ്ങളിൽ തൻ്റെ അടുക്കൽ വന്ന, തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടതുപോലെ തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വന്നു. തനിക്ക് വിരോധമായിട്ടൊക്കെ അവർ സംസാരിക്കുകയുണ്ടായി. ഒടുവിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ മർമ്മമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ദേശത്തെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പട്ടണത്തെയും രാഷ്ട്രത്തെയും ഒക്കെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സത്യത്തിൽ അത് ദേശത്തിന് വിടുതലാണ്, പട്ടണത്തിന് വിടുതലാണ്, രാഷ്ട്രത്തിന് വിടുതലാണ്. അപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് വിടുതലാണ്. ആ പ്രാർത്ഥന അതൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അതൊരു വിശാലമായ പ്രാർത്ഥനയാണ്. സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങളുടെ സ്നേഹിതർ അനുഗ്രഹിക്കപ്പെടുവാൻ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത്, അവർ ഉയർന്നു കാണണം, അവർ മാനിക്കപ്പെടണം, അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഹൃദയപൂർവ്വം അവരെ ബ്ലെസ് ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഒരു വിടുതലാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഒക്കെ വഹിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതൊരു വലിയ വിടുതലാണ്. ദൈവം നിങ്ങളുടെ സ്ഥിതിക്കും മാറ്റം വരുത്താൻ പോവുകയാണ്. വിശ്വാസത്തോടെ, വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.